സമരക്കാരുമായുള്ള ഒരു ചർച്ച എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുന്നില്ല. അത് സമരം എന്നുള്ളത് ചേർച്ചു രാഷ്ട്രീയമായിട്ടാണ്. ഇപ്പൊ ഗോപാൽജി, പിന്നെ ബാബുക്കർ, കുഞ്ഞാപ്പ, വിജയൻ, ദാസൻ, ഇങ്ങനെ തരിശത്തെ നമ്മുടെ സാമൂഹിക പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, നമ്മുടെ അഴിമത്ത ആളുകൾ എന്ന നിലയിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ വന്ന് കണ്ട് ആകുന്നത പറയാന്നുള്ളതാണ്. ആ നിലയ്ക്ക് കാണുള്ളൂ. സമരത്തിൽ നമ്മൾ സമരമായിട്ട് പറയാനും മറുപടി രാഷ്ട്രീയമായിട്ട് പറയാനുണ്ടോ? നമ്മൾ അങ്ങനെ ഒരു ചർച്ച പറഞ്ഞു. ഇന്നലെ ഞാന് മേലാറ്റിൽ പോയിരുന്നു. മേലാറ്റിൽ തിരിച്ചു വരുമ്പോ SI വിളിച്ചു. അപ്പൊ SI വിളിക്കുമ്പോ പഴയ SIയുടെ നമ്പറാണ്. ആ നമ്പർ വിളിക്കുമ്പോ പിന്നെ SI എനിക്ക് പരിചയമില്ല. അപ്പൊ ഞാൻ മൂന്നരാണ് പുതിയ SI വന്നാണ്. അപ്പൊ പ്രസിഡന്റിനെ പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചാണ്. അത് നന്നായി, ഞങ്ങൾ സ്റ്റേഷനിൽ വരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇങ്ങനെ ഇവിടെ സമരം നടക്കുന്നുണ്ട്, സമരക്കാർക്ക് നിങ്ങളത് കാണണം. ഞാൻ നാളെ 10:11 മണി മുതൽ പഞ്ചായത്ത് ഉണ്ടാവും, ആർക്കും കാണാനോ എന്ന് പറഞ്ഞു. അത്ര ഉദ്ദേശം. അപ്പൊ അത് പിന്നെ ദുർവ്യാഖ്യാനം ചെയ്ത് സമരക്കാരോടുമായി ചർച്ചയുടെ പ്രസിഡന്റ് ചർച്ചക്ക് വിളിച്ചു. അങ്ങനൊരു സംഭവമല്ല. SI പറഞ്ഞു ഇങ്ങനെ പറഞ്ഞപ്പോ പുതിയ SI. അപ്പൊ അത് മാത്രം ഞാൻ അത്ര പറഞ്ഞു. 2 ചെറുപ്പക്കാരെ SIമാര് വന്നിരുന്നത് അൻപാലിന്റെ അന്നത്തെ ഓണാഘോഷത്തിൽ. അവര് ട്രെയിനിങ് ആണ്, 1 മാസമുള്ളൂ. ഞാനാണ് SI മലപ്പുറത്ത് വന്നാണെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളോട് ആദ്യം പറഞ്ഞാൽ നമ്മൾ വിഷയം പറയാം. അത് നമ്മൾ പറയാൻ ബാധ്യസ്ഥരാണ്. നമ്മളെല്ലാവരും അറിയേണ്ട കാര്യം. പഞ്ചായത്തിൽ കിഴക്കേത്തറ കൽക്കൂട്ട് റോഡിന് പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ടുണ്ട്. അത് വെക്കാതിരിക്കാൻ കാരണം തരിശ് മുക്കട്ട കൽക്കൂട്ട് റോഡിൽ മുക്കട്ട തരിശ് കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് MLA ഫണ്ട് വെച്ച് BMC റോഡാക്കി. അതിന് തുടർച്ചയായി കിഴക്കേത്തലയിൽ നിന്ന് മുക്കട്ട വരെ BMC ചെയ്യാൻ വേണ്ടി 1 കോടി രൂപ MLA വകയെടുത്തു. അതുകൊണ്ട് അയിമക്ക് വേറെ വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളിപ്പോ മദ്രസയിൽ ഓണം കൂടിയ അവിടുന്ന് അങ്ങോട്ട് 3 വർക്കായിട്ട് 46 ലക്ഷം രൂപയുടെ വർക്ക് ശരി കോൺട്രാക്ട് ചെയ്ത് അഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട്. ശരിന്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മാസം 30-ആണ്. 8 മാസ കാലാവധിക്കാണ് അഗ്രിമെന്റ്. ഈ വരുന്ന ഒക്ടോബർ മാസം 30 വരെയാണ് സമയം. അതിന്റെ പണി ശരി കുറെ മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചു. റോഡ് പൊളിച്ചു, അവിടെ വെറ്റ് മിക്സ് ഇട്ടു, അവിടെ നമ്മൾ മദ്രസ കമ്മിറ്റി കൂടി ശരിനെ ഒന്ന് സമ്മർദ്ദത്തിലാക്കാനും സ്പീഡാക്കാനും കമ്മിറ്റി തീരുമാനിച്ചു. അതനുസരിച്ച് കുറച്ച് ഗതാഗത യോഗ്യമാക്കി. അത് ചേരിപ്പടി വരെ ആ റോഡിന്റെ വർക്ക് അങ്ങനെ നടക്കും. ഇതിന്റെ ഇടയിൽ മഴക്കാലം വന്നാൽ നമ്മളിപ്പോ ഇവിടെ 95 മുതൽ ജനകീയാസൂത്രണം തുടങ്ങിയ 30-35 കൊല്ലം. അന്ന് മുതലേ നമ്മൾ എല്ലാ ഭരണസമിതി, കഴിഞ്ഞ ലത്തീഫിന്റെ ഭരണസമിതി, പൊന്നമ്മ ടീച്ചറുടെ ഭരണസമിതി, അതിന് മുമ്പത്തെ ഭരണസമിതി, 95 മുതലുള്ള ഭരണസമിതികൾ നമ്മുടെ നാട്ടിൽ റോഡുകൾ നന്നാക്കും. വേനലായ നന്നാക്കും, മഴക്കാലായ റോഡ് പൊളിഞ്ഞു, വെള്ളം കെട്ടി നിൽക്കും, ലോഡും വണ്ടികൾ പോകുമ്പോൾ ഉണ്ടാവും, അത് ഉള്ളും പൊളിഞ്ഞും പൊട്ടിപ്പൊളി, ഡ്രൈനേജ് ഇല്ലാത്ത പ്രശ്നം, ഇങ്ങനെ പറഞ്ഞ് എല്ലാ കൊല്ലും ഈ മെയിൻ്റനൻസും ഈ പ്രവർത്തി നാട്ടിലുണ്ട്. എത്ര കോടികൾ നമ്മൾ ചെലവാക്കി. സ്ഥായിയായി നമ്മളെ റോഡ് നിൽക്കുന്നില്ല. അതിപ്പോ നിൽക്കുന്ന ഈ മലയോര ഹൈവേ, ഇപ്പൊ മുക്കട്ട നരിച്ച് റോഡും അതിപ്പോ അങ്ങനത്തെ റോഡുള്ളൂ. ബാക്കിയൊക്കെ വർഷം റീടാറിങ്ങും റീകോൺക്രീറ്റും ചെയ്ത് നന്നാക്കുന്ന റോഡുകളാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ പെട്ടത് തന്നെയാണ് ഇപ്പോ തരിശായാലും പുൽവട്ടായാലും ചേരി ആയാലും എല്ലാ ഭാഗങ്ങളിലെ റോഡുകളും ഈ കഴിഞ്ഞ 4 മാസത്തെ മഴ കാരണം പൊളിഞ്ഞിട്ടുണ്ട്, വെള്ളം കെട്ടി നിന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഓടുന്നത്, പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ ഓടുന്നത്, കൂടുതൽ കരുവാരത്തിന്റെ ജനവാസമുള്ള പ്രദേശമാണ് തരിശ് മുക്കട്ട ഈ ഭാഗങ്ങൾ, ആ റോഡ്. അപ്പൊ അത് കാരണം അയിമക്കൂടിയാണ് കൂടുതൽ ലോഡും വണ്ടി വരുന്നത്. അതുകൊണ്ട് കൂടുതൽ പരിക്കുള്ള റോഡുകളാണ്, കൂടുതൽ ആവശ്യമുള്ള റോഡുകളാണ്. അപ്പൊ ഞങ്ങൾ അത് പരിഗണിച്ചിട്ട് ജില്ലാ പഞ്ചായത്തിന്റെ 3 കൊല്ലം മുമ്പത്തെ വർക്ക് 50 ലക്ഷം രൂപ, അത് ഡ്രെയിനേജ് ഉണ്ടാക്കാനും ഓവാലുണ്ടാക്കാനും സൈഡ് കെട്ടാനും ഒക്കെയാണ്. അത് കരാറെടുത്തത് നമ്മുടെ നാട്ടുകാരും വർഗീസാണ്. ശരിയാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം. ഓൺലൈനായിട്ടാണ് കരാറ് ഈ ടെൻഡർ. അതിന് വിലോക്ക് എടുക്കുമ്പോ ശരിയാണോ പ്രമിതിയാണോ പരിക്കോണാണോ നോക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ആളാരാണ്, ഓനെ കുറിച്ച് അങ്ങനെ ഓർത്തു. ഓന്റെ ദാരിദ്ര്യവും വിഷമവും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ കാരണം, ഓന്റെ പണിയൊക്കെ കാരണം അങ്ങനെ നീണ്ടു പോവുക. ഞങ്ങളിപ്പോ എന്ത് ചെയ്തു, ഇപ്പൊ ഈ എസ്റ്റിമേറ്റ് എടുക്കാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഈ എസ്റ്റിമേറ്റ് ഒരു കോടിന്റെ എസ്റ്റിമേറ്റ് ഇപ്പൊ കേരള റോഡിന് എസ്റ്റിമേറ്റ് എടുത്ത് പോയി. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്ന് PWD വന്ന് എസ്റ്റിമേറ്റ് എടുത്ത് പോയി. കേരള റോഡിന്റെ 1 കോടി 750 മീറ്റർ. ഇത് അതേപോലെ 750 മീറ്ററാണ്. ഇത് എസ്റ്റിമേറ്റ് എടുത്ത് പണി തുടങ്ങാനുള്ള തടസ്സം എന്താ?
ഈ ജില്ലാ പഞ്ചായത്തിലെ വർക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാനാണ്. ജില്ലാ പഞ്ചായത്തിലെ വർക്ക് ഇനിയിപ്പോൾ ബാക്കി നിൽക്കുന്നത് ആ സൈഡ് കെട്ടാണ്. ഈ സൈഡ് കെട്ടില് വെറ്റിനറി ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് അവിടെ ഒരു 10 മീറ്റർ കൂടി കെട്ടാണ്ട് അതിന്റെ ഇടയിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് മാറ്റാൻ അവന്റെ അടുത്ത് പണമില്ലാതെ സത്യത്തിൽ പല നിലവിലുള്ള എസ്റ്റിമേറ്റിൽ ഉണ്ടത്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ തരിശ് റോഡ്, ഈ ജനവാസം, ഈ പ്രയാസം, ഈ ആളുകളുടെ ആക്ഷേപം ഇതൊക്കെ കണക്കിലെടുത്ത് അതിന് എത്ര പൈസ വരികയെന്ന് എഴുന്നൂറ് ചോദിച്ചപ്പോൾ KCB അത് 17,000. ആ 17,000 രൂപ പഞ്ചായത്തിൽ നിന്ന് കൊടുക്കാൻ കഴിഞ്ഞ ഭരണസമിതി യോഗം തീരുമാനമെടുത്ത് സ്പീഡാക്കി ആ പണം അടക്കാനുള്ള ഏർപ്പാട് KCBക്ക് കത്ത് കൊടുക്കും. അഡ്വാൻസ് ആയിട്ട് പണങ്ങൾക്ക് കിട്ടും. അഡ്വാൻസ് ആയിട്ട് അത് ചെയ്യാൻ പറ്റുമോ കുഞ്ഞാപ്പൂവിന്റെ അനുഭരണം വിളിച്ച് ഏർപ്പാടാക്കി. അപ്പോഴാണ് പൈസ പാസ്സായി വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യിക്കുള്ളൂ. അതാണ് ഇപ്പൊ അത് ക്ലോസ് ചെയ്താക്കാൻ തടസ്സം നിൽക്കുന്ന സമയം. ഇനിയിപ്പോ നമുക്ക് സെലിനെ കൊണ്ടിപ്പോ ഒക്ടോബർ 30 പറഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബർ 2 മാസം. ഈ 2 മാസം കൊണ്ട് നമ്മളൊക്കെപ്പാടെ കൂടി സെലിനെ കൊണ്ട് ആ വർക്ക് പൂർത്തീകരിക്കാൻ മുക്കട്ടം മുതൽ ചേരിപ്പടിയാണ്. അത് ഓന്റെ എസ്റ്റിമേറ്റിലുള്ളതാണ്. ഓൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓനിപ്പോ 1.5 ഓനെ വിളിച്ചപ്പോ അടുത്ത ആഴ്ച തുടങ്ങാണ്. ഓണം കഴിഞ്ഞാൽ തുടങ്ങുകയാണ്. ഇന്നലെ ആണ് സബീലായി വിളിച്ചപ്പോ പറഞ്ഞു പൈസ ഉണ്ടായി. ഞങ്ങൾ വിളിച്ചപ്പോ പറഞ്ഞു. ഇതാണ് കാര്യം. പിന്നെ ഈ ഇതില് ഇവിടെ ജലജീവൻ മിഷൻ പൈപ്പ് ഇടാൻ വേണ്ടി റോഡ് കീറി 187 കിലോമീറ്റർ കരുവാരം കൊണ്ടുവന്ന് റോഡ് വരെ കീറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എറണാകുളത്തേക്ക് ദൂരമുണ്ട്. നമ്മളെ ഗ്രാമീണ റോഡുകൾ കീറിയത് അതിലാകെ വെറും 57 കിലോമീറ്റർ അവർക്ക് റീസ്റ്റോർ ചെയ്യാണ്ടായിരുന്നു. അത് നമ്മൾ കലക്ടർക്ക് പെറ്റീഷൻ കൊടുത്ത് വീണ്ടും സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് 137 കിലോമീറ്റർ ചെയ്യാൻ തീരുമാനിച്ചു. അവർക്ക് കോൺക്രീറ്റും ടാറിങ്ങും. അതില് നമ്മൾ ഇതേപോലെ ഒരു പൈപ്പ് ഇട്ടപ്പോ തരിശ് റോഡ് ബ്ലോക്കായി സ്കൂൾ വണ്ടി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തത്സമയം നമ്മൾ എല്ലാ ആളുകളും വന്നു. ഇവരൊക്കെ വന്ന് ദാസനൊക്കെ വന്നിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് നമ്മൾ ചെയ്യിക്ക എന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടെ കൂടിയിട്ട് ഈ രുക്കുമാനെ ജലജീവൻ മിഷന്റെ കരാറുകാരനെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ഇതേപോലെ ആളുകൾ കൂടി ഇരുന്നിട്ടാണ് തരിശുകാരും ക്ലബുകാരൊക്കെ കൂടി ഇരുന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസം കൊണ്ട് സ്റ്റീൽ സ്റ്റോർ ചെയ്തിട്ടാണ് മഴ പെയ്തപ്പോ ഈ തട്ടിക്കൂട്ടിയ മണ്ണ് കൊണ്ടാക്കാൻ. അങ്ങനെയാണ് ഇപ്പൊ ആ കുഴികളും ചാരും പൊട്ടിയ ഒന്ന്. ഇപ്പൊ അവരോട് കൊണ്ട് പറഞ്ഞപ്പോ അവർ പറഞ്ഞു ഇനി ഒരു വട്ടങ്ങൾ അങ്ങനെ പറഞ്ഞു ഞങ്ങൾ ചെയ്തു. അത് ഞങ്ങളെ കാശ് പോയി. ഇനി നന്നായിട്ട് ചെയ്യണമെങ്കിൽ മഴ ഒഴിച്ചിട്ട് ഞങ്ങൾ ചെയ്യണം. ഇന്നലെ ഞാൻ വിളിച്ചു ലുക്മ മലേഷ്യയിലാണ് മാനേജർ ആ കുട്ടീനെ ഇന്നലെ വിളിച്ചിരുന്നു. ആ കുട്ടി പറഞ്ഞു എനിക്ക് സമ്മതം എത്തിയാലും പ്രസിഡന്റ് സെപ്റ്റംബർ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നാക്കി ചെയ്യും. ഇതിന്റെ ഇടയില് ഞാന് വൈസ് പ്രസിഡന്റ് ഹംസക്കുട്ടി, പിന്നെ മുള്ളറ മെമ്പർ, തുരുമ്പോട മെമ്പർ, 5 മെമ്പർമാരുള്ള റോഡാണ്. ഞങ്ങളെല്ലാരും കൂടെ കൂടിയിട്ട് 40,000 രൂപയ്ക്ക് കോറി വേസ്റ്റ് കിട്ടും. അത് അതേപോലെ തന്നെ തരിശുന്ന് ക്ലബുകാരും കാതറും സൈനുദ്ദീനും ഇവരെല്ലാം കൂടി വന്ന് ലീഗും കോൺഗ്രസും മാർക്സിസ്റ്റും ഒക്കെപ്പാടെ വന്നിട്ടാണ് പറഞ്ഞിട്ട് 4 ലോഡ് കോറി വേസ്റ്റ് കിട്ടും. ഇനി അയിമൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കറിയാലോ പഞ്ചായത്തിന്റെ ഫണ്ടുകൾ ചെലവഴിക്കുന്നതിനുള്ള സാങ്കേതികത്വം ഒരു വട്ടം ചെയ്തതിന് വീണ്ടും ബില്ല് ചെയ്താൽ ഏയുടെ പണി പോകും. ഉദ്യോഗസ്ഥ വൃന്ദം ഇതിന് വാല്യുവേഷൻ തരണം. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ വിവരമൊക്കെ അവരൊരു വട്ടം തന്നതാണ്. അതുകൊണ്ടാണ് പിന്നെ ക്ലബുകാർ ഇപ്പൊ ഒരാഴ്ച മുമ്പ് പറയാൻ തുടങ്ങി. ഇത് ക്ലബുകാർ ഇവിടെ വന്നു. അവർ വന്ന് പറഞ്ഞപ്പോ അവരോട് പറഞ്ഞു അഡ്വാൻസ് ആയിട്ട് പണം മുടക്കി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു 40,000 രൂപ കൂടി ഞങ്ങള് പല ഭാഗത്തുനിന്ന് സംഘടിപ്പിച്ചാണ് തരാം. അല്ലാതെ തരിശ് റോഡ് മുക്കട്ട റോഡ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ തരിശ് റോഡാണ് ഈ ഒരു ഫണ്ട് തരാൻ പറ്റില്ല. അത് ഈ കണ്ടിജൻസിനെ കൊടുത്തത് പ്രസിഡന്റിന്റെ പ്രത്യേക ഫണ്ട് അതിലും വേണം വാല്യുവേഷൻ, എഞ്ചിനീയറുടെ വാല്യുവേഷൻ വേണം. അപ്പൊ അത് ഞങ്ങൾ അങ്ങനെ തരാം എന്ന് പറഞ്ഞു. അതിന് കുറച്ച് പൈസ ഞങ്ങൾ തരാം, ബാക്കി നിങ്ങൾ കൂട്ടുക. ആ മാത്രമല്ല അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ മുടക്കാം. കോറി വേസ്റ്റ് കിട്ടണമെങ്കിൽ ലോഡ് നിന്ന് തട്ടുമ്പോൾ കായാൻ കൊടുക്കണം. അത് കിട്ടാനും കുറച്ച് പ്രയാസമുണ്ട് ഇപ്പൊ മഴക്കാലമായിരുന്നു. അപ്പൊ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടോന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വെറ്റിമെക്സ് ഇട്ടത്. അതിന് ഒരു 70,000 രൂപ ചെലവുണ്ടായിരുന്നു. അതിന് നമ്മൾ അത്രയും നമുക്ക് തരാൻ കഴിഞ്ഞാൽ പകുതി പൈസ കണ്ട് നമ്മൾ ഇവിടുന്ന് അടുത്ത 1.5 മാസത്തിനുള്ളിൽ തരുന്ന കരാറ് പറഞ്ഞിട്ടാണ് സെപ്റ്റംബർ 30 ശേഷം പൈസ തരുമെന്ന് അവരൊക്കെ വന്നവരോട് മുഴുവൻ കരാറ് പറഞ്ഞിട്ടാണ് അവര് അത് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ അതിന് മുമ്പ് സമരം പ്രഖ്യാപിച്ചു, അവരത് ഇട്ടു. അവര് അതിനിപ്പോ നമുക്ക് അവർക്ക് ഈ നെറ്റ്ഫ്ലിക്സ് കിട്ടിയതും ട്രോളർ കിട്ടിയതും ഒക്കെ ഇന്നലെയാണ്. അപ്പൊ ഇന്നലെ രാവിലെ തന്നെ ഓരോ പണി എടുത്തു. ഓരോരോതായ രീതിയിൽ പോയി. നിങ്ങളായ രീതിയിൽ പോയി.
അത് നമ്മള് അത്രേ ഉള്ളത്. അത് സമരം ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ട പണികൾ ഇങ്ങനെ ചെയ്യും. പിന്നെ നമ്മള് പ്രതിപക്ഷല്ലേ, പ്രതിപക്ഷ സമരം നടന്നോട്ടെ, അത് രാഷ്ട്രീയമാണ്. അത്രയും സ്വാഭാവികമാണ്. നാട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ആരും ഇടപെടും, സമരങ്ങൾ നടത്തുന്ന എല്ലാവരും സമരം നടത്തുന്ന ആൾക്കാരാണ് ഒക്കെ നടത്തുന്നത്. അത് ഞങ്ങൾ കുറച്ച് കുറവാണ്. അതല്ല, ഇതിനൊന്നും മോശക്കാരൊന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് അതിന് ചെറിയൊരു മടിയുണ്ടെന്ന് മാത്രം. അപ്പൊ എന്താ വെച്ചാൽ സമരങ്ങൾ ഉണ്ടാവും. സമരം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിരോധ സമരം ഉണ്ടായി. ആ സമയത്ത് SI പറഞ്ഞിങ്ങനെ 11 മണിക്ക് പ്രസിഡന്റ് എന്ന് പറഞ്ഞ സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മളെ രാഷ്ട്രീയമല്ല അവിടെ കാണുന്നത്. പ്രസിഡന്റ് എന്ന സ്ഥാനത്തിനാണ് അവിടെ വരാം. അല്ല, അത് പറയുമ്പോ ഇവിടെ കേരള സമിതിയിലെ കാര്യങ്ങള് ജെയിംസ് മാഷും രാജു ഒക്കെ വിളിച്ചു വരുത്തി നമ്മൾ വിശദീകരിച്ച് ഒരു ഉറുപ്പിക അഴിമതിയില്ല എന്നൊക്കെ ബോധ്യപ്പെട്ട് അതിൽ തൂക്കക്കുറവ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. ഞാൻ പറഞ്ഞെ അത് കഴിഞ്ഞിട്ട് എന്തിനാ ബാങ്ക് ഉദ്ഘാടനം ചെയ്യാൻ പോയി. അവിടെ ഉസാറായി പ്രസിഡന്റിനെ പറ്റി പറഞ്ഞു. ജെയിംസ് മാഷ് എന്താ പറഞ്ഞു, പ്രസിഡന്റ് എന്തൊക്കെയാ വിളിച്ചു പറയുന്ന പ്രസിഡന്റ് തുറന്നു പറയുന്ന പ്രസിഡന്റ് തുറന്നു പറയും. രാജുവിനെ പറയും, ജെയിംസ് മാഷ് പറയും. പറഞ്ഞതിന്റെ കാര്യം ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു SI പറയും പ്രസിഡന്റ് 11 മണിക്ക് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞാൽ അത് പ്രസിഡന്റ് കാണുമ്പോൾ കാണണം സംസാരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസിഡന്റ് ആയിട്ട് അവിടെ എണ്ണിക്കുട്ടാക്കന്റെ രാഷ്ട്രീയം ഞങ്ങൾ കാണുന്നില്ല. ഇല്ല, ആരും കാണുന്നില്ല. അവിടെ രാഷ്ട്രീയം എല്ലാ ചർച്ചയും ഇവിടെ പ്രസിഡന്റ് ആയിട്ട് കാണും. അതെ പറയുന്നതായിരിക്കും. അല്ലാതെ ഇത് ആ രീതിയിലുള്ള ചർച്ച അല്ല എന്ന് പറഞ്ഞോട് മാത്രമേ എന്നോട് അല്ല. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇപ്പൊ ഈ പറയുന്ന സമരങ്ങള് ഇപ്പൊ ഉണ്ടാവും, പക്ഷെ നിങ്ങള് ഒരു പിന്നെ പ്രസിഡന്റ് 11 മണിക്ക് നാളെ പിന്നെ നിങ്ങളെ കാണാമെന്ന് പറയുമ്പോ ഞങ്ങൾ അത് അംഗീകരിക്കുകയാണ് ചെയ്യുക. കാരണം അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ ജനാധിപത്യത്തിൽ ഒരു വില കാണുന്നുള്ളൂ. അല്ലാതെ രാഷ്ട്രീയ പാർട്ടി മൂപ്പര് ലീഗാണ്, പിന്നെ സെക്രട്ടറി കോൺഗ്രസ് ആണ്, വൈസ് പ്രസിഡന്റ് അത് പ്രസിഡന്റ് എന്താ പറയുക. പ്രസിഡന്റിന്റെ മുമ്പില് ഈ ഇവിടുത്തെ എല്ലാവരും ജനങ്ങളാണ്. അവിടെ ഓരോ പൊളിറ്റിക്സ് അല്ല വിഷയം. ഇനി ഞാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വന്ന് ആ പ്രശ്നത്തിൽ ഇപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളുണ്ട് ഇല്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഈ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കപ്പെടുന്നു. ചില കാര്യങ്ങൾ പെട്ടെന്ന് പരിഹരിക്കപ്പെടുന്നു. കാരണം ചെറുത് നമ്മൾ പറയുന്ന പോലെ തന്നെ കുറച്ച് നീണ്ടു പോവുകയും ചെയ്യും. നിങ്ങൾ ഇന്നലെ പറഞ്ഞു തരിച്ച് ആ ക്ലബുകൾക്ക് അവർ പറഞ്ഞനുസരിച്ച് 49,000 രൂപ നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, നല്ല കാര്യം. നമ്മൾ കൊടുത്തതിന്റെ ഇതിലൊന്നല്ല. അപ്പൊ എവിടെ അതെ 50-49,000 കൊടുക്കാന്ന്. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അതേപോലെ തന്നെ ഒരു 49,000 ഈ മാമ്പറ്റ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് വെക്കുകയോ അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന സെല്ലിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയോ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം. അത് നല്ല ആവശ്യമാണ്. ഞങ്ങളുടെ ആവശ്യം അതാണ്. ഞങ്ങളല്ലത് വേറൊന്നല്ലോ പറയുന്നത് ആ നാട്ടിൽ. കാരണം വൈസ് പ്രസിഡന്റ് ഉണ്ടല്ലോ ഇവിടെ ഇരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് ദിവസം പോകുന്ന ആളല്ലേ, വൈസ് പ്രസിഡന്റ് കാണുന്നതല്ലേ. അപ്പൊ ഞങ്ങൾ എന്താ വെച്ചാല് പിന്നെ ഈ പറയുന്ന തരിശ് പിന്നെ കിഴക്കത്ര മാത്രമല്ല, അതിന്റെ അപ്പുറത്തേക്കും ജനങ്ങളുണ്ട്. അവരെയും കൂടി ഇങ്ങോട്ട് പരിഗണിക്കും. അത് ആ റോഡ് തന്നെയാണല്ലോ തുടക്കം പ്രശ്നം എന്നുള്ളതാണ്. അത് നമ്മളിപ്പോ റോഡ് ഇടുമ്പോഴും ഈ പറയുന്ന മുക്കട്ടായിട്ട് തരിശ വരുന്നുള്ളൂ. ഇതിപ്പോ എന്റെ വാർഡ് പോലും അല്ല, ഞാൻ തരിശ് വാർഡുന്നുള്ളൂ. എന്റെ വാർഡല്ല, വാർഡ് നിൽക്കുന്ന ഒരു പംസക്കുട്ടിന്റെയും വാർഡ് നോക്കിയിട്ടല്ല, റോഡ് നോക്കിയില്ല. ഞങ്ങൾ വാർഡിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ റോഡിന്റെ വിഷയം മാത്രം പറഞ്ഞല്ലോ. ഏറ്റവും കൂടുതൽ തിരക്ക് പിടിച്ച നിങ്ങൾ മറ്റൊന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വരുന്ന ലോഡ് വണ്ടി വരുന്നത് തരിശ് നല്ല വരുന്നത് കൽക്കൊണ്ടാണ് വരുന്നത്. അപ്പൊ എന്താ വെച്ചാൽ ആ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ പരിഗണന ജനവാസം മാത്രമല്ല ഈ പറയുന്ന ഇപ്പൊ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരിത് തരിശിക്കാരുടെ റോഡായിട്ടാണ് കാണുന്നത്. തരിശ് കൽക്കുണ്ട് റോഡ് എന്നുള്ള കേരളത്തിലെ കൽക്കുണ്ട് റോഡാണ് റോഡിന്റെ അതാ പറഞ്ഞത്. അവിടെ ജനവാസം കൂടുതൽ, ലോഡും വണ്ടി കൂടുതൽ വരുന്നത് ചേരിയിലും കൽക്കുണ്ടും മണയാമ്പാടത്തുനിന്നാണ്. അത് കാരണം പക്ഷേ പുന്നക്കാട് നമുക്ക് പ്രാദേശിക ഭാഗം വരാറുണ്ട്. തരിശ് വരും. ഇപ്പൊ മാമ്പറ്റാറുമ്പോ നമുക്ക് വരും. അതല്ല, നമ്മൾ നല്ലൊരു പഞ്ചായത്ത് പറഞ്ഞ പോലെ നമുക്ക് പുൽവട്ട റോഡ്,
കരുവാരക്കുണ്ടിലെ ഗ്രാമീണ റോഡുകളിൽ മിക്കതും തകർന്നു കിടക്കണം ഇപ്പോ. ഈ മഴക്കാലം കഴിയുന്നതോടുകൂടി കുട്ടരച്ചില് അവിടെ ആള് വീണ് പറഞ്ഞ് തല പൊട്ടി അങ്ങോട്ട് വന്നു. നിങ്ങൾ ഇന്നലെ കൊടുത്ത ആദ്യ പരിഗണന അതിന് ബാക്കിയുള്ള സാധനം അതിന് നമുക്ക് ഇത്ര ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് മനസ്സിലാവും, 46 ലക്ഷം രൂപയുടെ വർക്കില് 6 മാസം കഴിഞ്ഞു. പകുതി വർക്കാർ എടുത്തു വെച്ചു, 11 3 വർക്കാർ എടുത്തു വെച്ചിട്ടുണ്ട്. ഒക്ടോബർ 30 ലാസ്റ്റ് കാലാവധിയാണ്. ഇന്നിപ്പോ ആഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ മാസമല്ല, നാളെ സെപ്റ്റംബർ ഒക്ടോബറിൽ ഇയാൾ പണി ചെയ്താലേ ഒക്ടോബർ 30 തീരൂ. അയാളെ കൊണ്ട് നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ആ പണി കഴിയില്ല. അല്ലാതെ ഈ കണ്ടിജൻസി ഫണ്ട് കണ്ടിജൻസി ഫണ്ട് ഇല്ലെങ്കിൽ ഈ കോൺട്രാക്ടറെ കുറിച്ച് ഇപ്പൊ നമ്മൾ പറയണമെന്നില്ല. നമ്മളൊക്കെ കോൺട്രാക്ടർ ഇപ്പൊ താൽക്കാലികമായിട്ട് അയാൾക്ക് താൽക്കാലികമായിട്ട് കുണ്ടും കൂടി നടച്ചു കൊടുക്കുക. ഇതേപോലെ മണ്ണിന്റെ പോലെ വിളിച്ചു വരുത്താം. എന്നിട്ട് അയാളോട് എന്നാ വർക്ക് തുടങ്ങുന്നു, അയാൾക്ക് ഇനി തുടങ്ങാൻ വൈകും ഡിലേ ആകുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യത്തെ കുറിച്ച് അതാ പറയുന്നത്. അപ്പൊ പറയുന്നത് പോസ്റ്റ് മാറ്റാനായിട്ട് പോസ്റ്റ് മാറ്റാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. ഇത് KSEB വിളിച്ച് പറഞ്ഞു. പക്ഷെ അവർക്ക് ഈ അതിന്റെ പെർമിഷൻ 50 ലക്ഷം ഉണ്ടല്ലോ ജില്ലാ പഞ്ചായത്ത്, അതൊന്ന് വെള്ളത്തിലായി. അത് നാശമാക്കി. ഞങ്ങൾ മുണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലീവ് ഓഫീസിനോട് ജനകീയ 30 കൊല്ലായിട്ട് ഇവിടെ കരാറുകാരനാണ്. ഇന്നൊന്നേ തുടങ്ങിയൊന്നല്ലോ. അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അയാളെ പ്രവർത്തനം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അയാൾ നമ്മുടെ നാട്ടുകാരനാണ്, അയാളൊരു പൊതുപ്രവർത്തകനാണ്. അയാളോട് എത്ര അയാൾ നമ്മളൊക്കെപ്പാടെ വിളിച്ച് സംസാരിക്കണം. കാരണം ഇല്ലെങ്കിൽ അയാളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ നീ പറയുന്നത് ചെയ്യിപ്പിക്കണം. അയാൾ കത്തോളൂ. മെമ്പർ പറയട്ടെ, ഒരു 5 ലക്ഷം ഭരണസമിതി വെച്ചൊരു പൈസ ഉണ്ടാവുന്നില്ല, അതും അയാൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അത് അയാളുടെ കഷ്ടമാണ് വെച്ചിരിക്കുന്നത്. അത് പേജ് വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന സാധനമായിരുന്നു. അത് എല്ലാ അതിനൊക്കെ ഭരണസമിതി കഴിഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അവിടെയാണ് വിഷയം. നമ്മുടെ നാട്ടിലെ റോഡുകളുടെ സ്ഥിതി ഇതാണ്. എന്നോടൊന്ന് പറഞ്ഞു 21ാമത്തെ ദിവസം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അതിനകത്ത് കമ്മിറ്റി ഉണ്ടാക്കിയത് ഓരോ പ്രശ്നം കൊടുക്കാനാണ് കമ്മിറ്റി ഉണ്ടാക്കിയത്. അല്ല, അന്ന് നമ്മൾ ആ കമ്മിറ്റി ഉണ്ടാക്കി നമ്മുടെ പരാതിയായിട്ട് പോയപ്പോ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നല്ലോ. അതെന്നെ അതാ ചെയ്യണ്ടത്. പരാതി കൊടുത്തപ്പോൾ ഇതേപോലെ തന്നെ ഇല്ലെങ്കിൽ നമുക്കുണ്ടല്ലോ താൽക്കാലമായിട്ട് 1.5 മാസം 2 മാസമെങ്കിലും അതിലെ യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം വലിയ കുഴിയിലൊക്കെ ഇത് നടക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം. പിന്നെ കാരണം ഇവിടെ നമുക്ക് അല്ല, അതല്ല, അത് അയാളെ പൈസയിൽ പോകുന്നത്. നമുക്കെന്താ പ്രശ്നം? എന്താ അയാൾ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ വീട്ടാണെങ്കിൽ നമ്മൾ അയാളെ കാത്തിരിക്കണം. ഉദ്ദേശം പറഞ്ഞോ. നമ്മുടെ മദ്രസിൽ ഉണ്ടാക്കിയ കമ്മിറ്റിന്റെ യോഗം നാളെ മറ്റന്നാളും പോയി ഞങ്ങളൊക്കെ അന്ന് കമ്മിറ്റി കൂടിയപ്പോഴാണ് പിറ്റേന്ന് അത് അടിക്കലും. അല്ല, അതല്ല, അതെന്ന് വെച്ചാൽ ആ മാമ്പറ്റം മാത്രം ആ ഒരു വിഷയം നമ്മളെന്താ വെച്ചാൽ ഇപ്പൊ ഇതെന്താ വെച്ചാൽ നമ്മള് തരിശ് ഈ റോഡ് എന്നായിരിക്കും നമ്മൾ തന്നെ കാണുന്നത്, കൽക്കുണ്ട് റോഡ് എന്നായിരിക്കും നമ്മൾ കാണുന്നത്. അതില് നമ്മള് ചെയ്യാന്ന് പറഞ്ഞില്ലേ. പിന്നെ വലിയ സാധനത്തിൽ പറഞ്ഞോട്ടെ, ഇതിപ്പോ മാത്രം പറയുന്നത് പക്ഷേ താമസം ഉണ്ട് എങ്കിൽ അവിടെ ഇതേപോലെ തന്നെ
റോഡ് ഗതാഗത യോഗ്യമാക്കി തരണം. അത് അയാൾ തരണം. അതിന് പഞ്ചായത്ത് സാങ്കേതികത്വ പറഞ്ഞു. സാങ്കേതികത്വം നമ്മൾ പറയട്ടെ. നമ്മള് ഓണം കഴിഞ്ഞാൽ പിന്നെ എത്ര ഉണ്ട് അറിയോ? പിന്നെ 60 ദിവസമാണ് ഓന്റെ കാലാവധിന്റെ ഉള്ളൂ. അതിന്റെ ഇടയിൽ പണി ഇപ്പൊ ഓവേശം പറഞ്ഞ പ്രശ്നം ചെയ്യാൻ പറ്റും. എന്താ അറിയോ, ശരി എന്തെങ്കിലും ചെയ്യണം. അതായത് ശരി ഓണം കഴിഞ്ഞിട്ട് വർക്ക് തുടങ്ങുന്നില്ലെങ്കിൽ ശരിനെ കൊണ്ട് കോണി വേസ്റ്റ് ഇടിക്കണം. അത് നമ്മൾ ചെയ്യും. അത് നീളുന്നുണ്ടെങ്കിൽ പഞ്ചായത്തിന് ഓണം കഴിയണോ അതിന് മുമ്പ് മുക്കട്ട മുതൽ കിഴക്കേത്തല മുതൽ മുക്കട്ട വരെയുള്ള റോഡിന് 1 കോടി ML അനുഭവിച്ചിട്ടുള്ളൂ. വർക്കായിട്ടില്ല, ടെൻഡറായിട്ടില്ല, കരാറില്ല. കരാറുണ്ട്. ഈ സെലി അങ്ങനെ ചെയ്യില്ലാന്ന് വരികയാണെങ്കിലോ സെലിന്റെ സ്വഭാവം കൊണ്ട് ചോദിക്കണം. അപ്പൊ ശരീനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല. അതാ പറഞ്ഞത്. അയാൾ സമ്മതിക്കുന്നില്ല, പൈസ ചെലവാക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. ഇതേപോലെ തന്നെ അല്ല ചെയ്ത പോലെ തന്നെ ആ റോഡിനെ നടക്കുന്ന ഒരു വർക്കുമ്പോ വീണ്ടും പഞ്ചായത്ത് പൈസ ഉപയോഗമായില്ലേ? അത് ഓഡിറ്റ് ഒബ്ജക്ഷൻ അത് വേറൊന്നുണ്ട്. ഈ ചേരിപ്പടി വരല്ലേ ഈ പ്രശ്നമുള്ളൂ. അതിന്റെ അപ്പുറം റോഡില്ലേ അവിടെയുണ്ട് ചേരിപ്പടി അവന്റെ ഭാഗമുണ്ടല്ലോ, അവൻ ഏറ്റെടുത്ത റോഡാണ്. അവന്റെ ഭാഗമുണ്ടല്ലോ, അവൻ ഏറ്റെടുത്ത മുക്കട്ട മുതൽ എത്ര വരെ കരാറ് വെച്ച റോഡാണ്. അത് യാത്ര സൗകര്യമുള്ള ഒരാട്ടിട്ടല്ലോ. അതല്ല ഡിമാൻഡ്. അത് മാത്രമല്ല ഈ പറയുന്നത് അത് ചേരിപ്പടി വരെയല്ലേ. അതിനപ്പുറത്തേക്കോ അതിനപ്പുറത്തേക്ക് ഉണ്ട് പറയുന്നത്. അങ്ങനെ വിഷയം എല്ലാം കൂടി ഒട്ടോ ഘട്ടം ഘട്ടമായിട്ട് അങ്ങനെ വിഷയം ഉണ്ട് അവിടെ. രണ്ട് വലിയ നമുക്ക് ഒട്ടുപോകാൻ പറ്റാത്ത 2 വലിയ പുഴകൾ അവിടെ ഉണ്ട്.